തരണേ. ഒന്നും കൂടി. എന്നെ പോലെ ജോലി പോയിട്ടുള്ളവർക്കറിയാം അതിന്റെ വിഷമവും കാര്യങ്ങളും. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ, സമയമില്ല. അതുകൊണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനൂജ SS വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് നോക്കുമ്പോൾ ഫുൾ മേക്കപ്പിലല്ലേ, ലിപ്സ്റ്റിക്കൊക്കെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു. നിങ്ങൾ ചോദിക്കും ഇത് എവിടെ പോവാ, കഥകളിക്ക് പോകാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇന്ന് നല്ല ഹാപ്പിയിലാണ്. ഒരു വർഷത്തിന് ശേഷം ഇന്നൊരു ചെറിയൊരു നല്ല ഹാപ്പിയാണ്. ചെറിയ ഹാപ്പിയാണ്, നല്ല ഹാപ്പിയിലാണ്. എന്ന് വെച്ചാൽ എന്നെ പോലെ ജോലി പോയിട്ടുള്ളവർക്കറിയാം അതിൻ്റെ വിഷമവും കാര്യങ്ങളും. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, സമയമില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്നെ പോലെ ജോലി പോയിട്ടുള്ളവർക്കറിയാം ആ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. ഞാനെന്ന് പറയുന്ന വ്യക്തി തള്ളി അടിച്ചു വിടുന്ന ആളല്ല. തള്ളാണെന്നൊന്നും വിചാരിക്കേണ്ട. കാണുന്നവർക്ക് കാണാൻ, വേണ്ടാത്തവർക്ക് പോകാം, ഡിസ്ലൈക്ക് കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എനിക്കത് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു വർഷം കൊണ്ട് നല്ല നല്ല മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പറയുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പിയാണ്, സത്യം പറയാമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ മേഡം പറഞ്ഞു ക്രിസ്മസിൻ്റെ അവധി ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഷോപ്പൊക്കെ ഓപ്പൺ ആയി. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ജോലി കുറവായതുകൊണ്ട് സനൂജ നീ വരണ്ട, ഇവിടെ ഫിലിപ്പീനികൾക്ക് ചെയ്യാനുള്ള, അവരുടെ വിസയിലുള്ളവരാണ്, അവർക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അപ്പം ജോലിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കാം എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. എനിക്ക് മാനസികമായിട്ട് വിഷമമൊക്കെ ഉണ്ടായി. എന്ന് വെച്ചാൽ കുറേ നമ്മൾ ലൈഫിൽ എല്ലാം സ്വരൂപിച്ച് ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ. നമ്മൾ കിട്ടുന്നത് എൻജോയ് ചെയ്യും. നമുക്ക് കുറേ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ ഒരു വർഷമായി എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അൽഹംദുലില്ലാ വീട്ടു ചെലവ് എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ വേറെയും കുറേ പ്രോബ്ലങ്ങൾ ഫാമിലി ആകുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല. ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ജോലി നഷ്ടമാവുകയും നമ്മൾ പൈസയൊക്കെ കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ വിഷമങ്ങൾ എനിക്ക് മാത്രമല്ല, ഇപ്പോൾ പ്രവാസികളായ കുറേ പേർക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് നല്ല നല്ല വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി തന്നെയാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ. അപ്പോൾ യൂട്യൂബ് തുടങ്ങിയപ്പം ചിലപ്പോൾ മൈൻഡിന് ഇച്ചിരി ഒരു സമാധാനമൊക്കെ ആയി അതിലോട്ട് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോസ് ഇടാനും സബ്സ്ക്രൈബറെ കൂട്ടാനും ഒക്കെ അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ടൈം പോയപ്പോൾ ഇച്ചിരി മൈൻഡിൽ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാനങ്ങ് ചിന്തിച്ച് ഏതോ ലോകത്തെത്താ വിഷമിച്ച് ഭ്രാന്തിയായി പോയേനെ എന്നൊക്കെ പറയാം. ഇപ്പോൾ യൂട്യൂബിനോട് വളരെ നന്ദിയുണ്ട്. അതുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് സമയം ആ വിഷമിക്കേണ്ട സമയം നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതിന് എത്ര വ്യൂ കിട്ടിയെന്നും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനും അടുത്ത വീഡിയോ എന്ത് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ഇതിൽ കുറച്ച് മൈൻഡ് ഹാപ്പിയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ടിക്ടോക്ക് ചെയ്ത് എൻ്റെ മൈൻഡ് ഫ്രീ ആക്കിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേഡം പറഞ്ഞു ഇന്ന് ക്രിസ്മസിൻ്റെ അവധി ആയതുകൊണ്ട് ഫിലിപ്പീനീസ് ആരും വരുന്നില്ല, ഇന്ന് വർക്കുണ്ട്, വന്ന് ചെയ്തു, എന്നിട്ട് 50-50 ക്യാഷ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹാപ്പി. ഒരു വർഷത്തിന് ശേഷം ഞാനെന്ന് പറയുന്ന വ്യക്തി ഏറ്റവും നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാർലറിൽ വർക്ക് ചെയ്യുന്നത്. ആ പാർലറിലെ മേഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആണ്, സെയിം ഏജ് ആണ്. ഞാൻ കുറേ എടുത്ത് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാമെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാർലറാണ്. മേഡം എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആണ്. നമ്മുടെ സ്റ്റാഫിനെ നമ്മളെ പല തരത്തിൽ കാണുന്ന ഒരു വ്യക്തിയല്ല. അതാണ് അവർക്ക് പ്ലസ് പോയിന്റ് കൊടുക്കേണ്ട കാര്യം. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടാവുമല്ലോ. ആർക്കാണ് പ്രോബ്ലങ്ങൾ ഇല്ലാതിരിക്കുക, ആർക്കാണ് മിസ്റ്റേക്കുകൾ വരാതിരിക്കുക. അപ്പോൾ സപ്പോസ് നമുക്ക് ജോലിക്കിടയിൽ അങ്ങാണ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒത്തിരി കസ്റ്റമർ ഉള്ളപ്പോൾ ചിലപ്പോൾ നമുക്ക് അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ പറ്റാതെയൊക്കെ വരാറുണ്ട്. അപ്പോൾ കസ്റ്റമർ അവരുടെ ജോലി ശരിയായില്ല എന്നെങ്ങാനും പറഞ്ഞെങ്ങാനും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇതോ ചെയ്യുകയാണെങ്കിലും അവൾ പഴയ പോലെ നമ്മുടെ അടുത്ത് വരും, ഫ്രണ്ട്ലി ആയിട്ടിരിക്കും. പക്ഷെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളോട് അത് ചോദിക്കില്ല. പിന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് എന്താണ് സംഭവം എന്ന് ചോദിച്ച് മനസ്സിലാക്കും. അവർ പറയുന്നതാണോ നമ്മൾ പറയുന്നതാണോ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒറ്റയടിക്ക് അവിടുത്തെ സ്റ്റാഫിനെ
അടച്ചാക്ഷേപിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവമില്ല അവൾക്ക്. അതാണ് പ്ലസ് പോയിന്റ്. പിന്നെ സ്റ്റാഫിനെ എല്ലാവരെയും ഒരേ രീതിയിലാണ് കാണുന്നത്. പിന്നെ ആ പാലറി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ അങ്ങനെയുള്ളൊരു മേഡം പേഴ്സണലി ആയാലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്യാഷിന് അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ. ഇപ്പം എല്ലാവരും കോടീശ്വരല്ലല്ലോ. നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കൊക്കെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. എന്നെ കുറേ സമയത്ത് കുറേ കാലങ്ങൾ കുറേ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ചില സമയത്ത് പെട്ടെന്നായിരിക്കും നമുക്ക് അസുഖങ്ങൾ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഷിഫാനായ്ക്ക് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഒരു വൈറസ് പനി വന്ന് കുടുംബത്തോട് ഹോസ്പിറ്റലാക്കിയിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ പൈസ സ്വരൂപിച്ച് വെക്കുക ഇല്ല, നമുക്ക് കിട്ടുന്നത് നമ്മൾ ചിലവാക്കും, അത്ര ഉള്ളൂ. ഇവിടെ ഗൾഫിലൊക്കെ നമ്മൾ എന്ത് സേവ് ചെയ്യാനാണ്? ചിലപ്പോൾ ഇന്ത്യയിലെ അക്കൗണ്ട് ചിലപ്പോൾ കുറച്ചെന്തെങ്കിലും കാണും. കള്ളല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ എന്നെ കുറേ ഫിനാൻഷ്യലി ഹെൽപ്പൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്നെ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിനും എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തരും. പക്ഷെ തന്നു കഴിഞ്ഞാൽ പിറ്റേ മാസം ഫുൾ എമൗണ്ട് കട്ട് ചെയ്യില്ല. പിന്നെ വേറെ നമുക്ക് മാസത്തിൽ കുറേശ്ശെ കട്ട് ചെയ്യത്തുള്ളൂ. അത് ഒരു വർഷത്തിനുള്ളിലേ അവൾ കുറേശ്ശെ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ കുറേ പ്ലസ് പോയിന്റ് ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നെ പോലല്ല, അവിടെ എൻ്റെ പാർലറിലാണെങ്കിൽ ഒരു 20 സ്റ്റാഫ് ഉണ്ടാവും. അതിൽ ഞാൻ നേരത്തെ കുറേ മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ആ കടയിൽ ജോലിക്ക് പോയിട്ട് 3 വർഷമായുള്ളൂ. 3 വർഷവും ഞാൻ ഹാപ്പിയാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഹാപ്പിയായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആ ഒരു പാർലറിലേ ഉള്ളൂ. എന്ന് വെച്ചാൽ കുറേ പ്ലസ് പോയിന്റ് ആണ് ആ മേഡത്തിനുള്ളത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റഹ്മ. റിയലി ഐ ലവ്. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പൈനീസൊക്കെ എത്ര വർഷം, ഫിലിപ്പൈനീസിൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ അവർ 1 വർഷം 2 വർഷം മാത്രമേ ഒരു കെഫീലിൻ്റെ കീഴിൽ വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ മേഡത്തിൻ്റെ കീഴിൽ ഇപ്പോൾ അവർ വന്നിട്ട് ചിലവർ വന്നിട്ട് 15 വർഷം 10 വർഷമൊക്കെ ആയിട്ടുള്ള സ്റ്റാഫ് ഇപ്പോഴും ഞങ്ങളുടെ പാർലറിലുണ്ട്. അപ്പോൾ അവളുടെ ആ ഒരു പെരുമാറ്റ രീതി അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമുക്ക് ആ കടയിൽ നിൽക്കാനും നമ്മുടെ വീട് പോലാണ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ദിവസം ആ കടയിൽ പോകുമ്പോഴും മനസ്സോടാണ് ജോലി. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട്, അവിടെയുള്ള ഞാൻ മാത്രമല്ല എല്ലാ സ്റ്റാഫും അവിടെ ആ ഒരു സ്നേഹം കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ടയേർഡാണെന്നോ അല്ലെങ്കിൽ എനിക്ക് വയ്യാന്നോ ഒന്നും പറയില്ല. അതാണ്. അങ്ങനെ ഞാൻ ഹാപ്പിയാണ്. ഇനി കടയിൽ പോകും. കടയിലെ വിശേഷങ്ങൾ ഡെയിലി വരാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന് വന്നോ, ചിലപ്പം പറയാൻ പറ്റത്തില്ല. റബ്ബിൻ്റെ കയ്യിലിരിക്കുന്ന എല്ലാം ഞാൻ ആശിക്കുകയാണ് ഡെയിലി വരാൻ പറയണേന്ന്. ജസ്റ്റ് ഇന്ന് ആ ഒരു ദിവസമായാലും പോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു വർക്കിൻ്റെ നേരെ 50 എടുത്തോ സനൂജ, 50 എനിക്ക് 50 നിനക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡേയ്സിൽ നീ എന്ത് ചെയ്യുന്നതിന് 50-50 എടുത്തോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷമാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷം ആ പാർലറിൽ പോവുക, വർക്ക് ചെയ്യുക എന്നുള്ളൊരു, അത് എന്നെ പോലുള്ള ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഒത്തിരി വലിയൊരു ലെങ്തി വീഡിയോ ആണെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സമയമില്ലായിരുന്നു കേട്ടോ. എളുപ്പം എല്ലാം രാവിലെ എണീച്ച് കാപ്പി ഉണ്ടാക്കി ചോറുണ്ടാക്കി അതിനുശേഷം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ചോറ് കൊണ്ടുവന്നേക്കുന്നു. ചോറും കൊടുത്തിട്ട് വേണം എനിക്ക് പാർലറിൽ പോകാൻ. എൻ്റെ ക്ലോസ് ഫ്രണ്ട് അവളും ഹാപ്പിയാണ്. അവളും എന്നെ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അവളെയും പിക്ക് ചെയ്തിട്ട് വേണം കട ഓപ്പൺ ആക്കാൻ പോകാൻ. നമ്മുടെ കൊച്ചു റഹ്മക്കുട്ടിയില്ലേ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള വിശേഷങ്ങൾ പാർലറിൽ ചെന്നിട്ട് ഞാൻ വീഡിയോ ഇടാൻ തള്ളല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കില്ല. എന്നെ പോലുള്ള വിഷമമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവും, എന്താണ് ജോലിയുടെ വില അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. എൻ്റെ വിഷമം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം, ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഓക്കെ, അടുത്തത് പിന്നെ കാണാം. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ദേ കണ്ടോ, ഞങ്ങളുടെ റഹ്മക്കുട്ടി ദേ വരുന്നു. ഹായ് റഹ്മ. റഹ്മ സനൂജാൻഡി. അയ്യോ, അവിടെ സന്തോഷം കണ്ട്. അങ്ങനെ ഞങ്ങൾ
പാലറിലെത്തിയേക്കാണ്. റഹ്മ അങ്ങനെ ഞങ്ങൾ പാലർ അവളെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അവൾ ഇങ്ങനെ കിടന്ന് വെത്തപ്പെടുകയാണ്. ഹായ് യൂട്യൂബ്. സുഖാണോ? ഹായ് യൂട്യൂബ്. എണ്ണീര് മതി എണ്ണീര്, നാണം വേണ്ട. ഇനി ഹായ് വീട്. നാണായിരുന്നാ? എന്തിനാ നാണിക്കുന്നേ? ഷോ മതി പോട്ട്, സാരമില്ല, ഞാൻ കളിയാക്കത്തില്ല. എന്നിട്ട് ഓക്കെ. ഹായ് വീട്. ഹായ് യൂട്യൂബ്. സുഖാണോ എല്ലാവർക്കും? പറയണം. അയ്യോ ഇല്ല എണ്ണീര് പോട്ട് എണ്ണീര് മോൻ എണ്ണീര്. ഓക്കെ ഇനി പറ. ഹായ് യൂട്യൂബ്. ഇതാണ് ഞങ്ങളുടെ കൊച്ചു റഹ്മക്കുട്ടി. അവള് കാറിൽ നിന്ന് ഞാൻ എടുക്കാഞ്ഞിട്ട് കിടന്ന് നല്ല ബഹളമായിരുന്നു. ഇപ്പത്തേ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരുടെ മമ്മ അവിടെ വർക്കാണ്. ഇത്രയും ഞാൻ വന്നപ്പം തന്നെ കസ്റ്റമർ കയറി വന്നായിരുന്നു. ഞങ്ങൾ പിന്നെ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്ത് ജോലിയൊക്കെ തീർത്ത് അങ്ങ് വിട്ടു. തന്നെ വീഡിയോ പകർത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. വന്ന് കയറിയതും കാർ അങ്ങോട്ട് ഓഫാക്കിയതും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നത്. കസ്റ്റമർ ബാക്കിൽ നിന്ന് ഇടിച്ചങ്ങ് കയറി. പിന്നെ വർക്കായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. പിന്നെ റഹ്മക്കുട്ടി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉമ്മ അടുത്തത്. അവളൊരു പാകിസ്ഥാനിയാണ് കേട്ടോ. പിന്നെ പാകിസ്ഥാനി കുട്ടിയാണ്. പക്ഷേ പാകിസ്ഥാനിയാണെന്ന് പറഞ്ഞാൽ ഇതേപോലെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ കട്ട ഫ്രണ്ടാണ് ഞങ്ങൾക്കിടയിൽ പാകിസ്ഥാനി ഇന്ത്യ അങ്ങനെയുള്ളൊരു വ്യത്യാസമില്ല. സുഹൃത്ത് ബന്ധം, സ്നേഹം, അതാണ് വലുത്. പിന്നെ ഇതാണ് ഞാൻ എൻ്റെ സ്ഥലം വീട്ടെ. Dudu, Rahma, Mafi Dudu, give me remote. അവൾ എന്തൊരു സാധനം എടുത്താലും അത് ഡൂഡു അല്ല. പക്ഷേ ഇതാണ്ട് ആ മോനില്ലേ, അവൻ എന്തേലും എടുത്തു കഴിഞ്ഞാൽ ഉടനെ വന്നിട്ട് പറയാം അത് ഡൂഡു ആണ്, തൊട്ടേക്കരുതെന്ന്. നേരത്തെ എൻ്റെ ഫോൺ അവിടെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. അത് ഡൂഡു അല്ലേ, അത് പ്രശ്നമില്ല, നീ തൊട്ടാൽ അത് പ്രശ്നമില്ല. തന്നെ താടി ഇവിടെ തന്നെ നൈ ദേലോ ആൻറ്റിക്ക ദേലോ മാമ. എന്തൊക്കെയോ ഞാൻ പറയുന്നത്. അവൻ തൂത്തു വരുക. ഗിഫ്റ്റ് ദേലോ താടി. ഒരു ഉമ്മ തന്നെ, ഒരു ഉമ്മ ഇങ്ങനെ ഫോണിൽ കൊടുത്താ ഉമ്മ ആൻറ്റിക്ക്. ആ ചെറുക്കനും കൊടുക്കുന്നു ഉമ്മ. നിനക്ക് ഉമ്മ തരുന്നിടാ, നിനക്ക് ആറ്റ് ബൂസ അവന് ഉമ്മ കൊടുക്ക. അവന് പോയി ഉമ്മ പോ. അല്ലാ പോ, ഉമ്മോട് കിസ്സി മാമ. നിനക്ക് കിസ് തരും, ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെ ഒന്നും കൂടി ആക്ഷൻ, സ്മൈൽ. നമുക്ക് സീരിയസ് ക്യൂട്ട്. സ്മൈൽ.
ക്രൈ. ആ മതി, ക്രൈം. Cry. Rahma crying. Rahma. No. Oh, yo. ഇതെന്താ? എന്താടി കാണിക്കുന്നത്? മതി. തല പോകുന്നോണ്ട് ആ ചെറുക്കൻ നോക്കി നിൽക്കുന്നു നിന്നെ. കണ്ടു മതി. ബസ് ചെറുക്കനെ വെറുതെ വിടില്ല നീ. മസില് കാണിക്കാ രണ്ടുപേര്. അടി അവനടി മസില്. ആർക്കാ മസില്? അവൻ പോയി. لا تمسكي هو باب زين وشك. നീ മസില് കാണിക്കാൻ പോവാ? എടി ആഞ്ചെറുക്കനടി അത്. അവനെ കാട്ടി മസിലുണ്ടോ നിനക്ക്? റഹ്മയ്ക്ക് അറിയില്ല റഹ്മ എന്ത് ചെയ്യണമെന്ന്. അവിടെ പൊടിയൊന്നുമില്ല. ഇല്ല, നീ അടിക്കണ്ട. എനിക്ക് വേദനിക്കുന്നു. എനിക്ക് വേദനിക്കുന്നു. ഞാനും തരട്ടെ. എന്നെ അടിക്കണ? യോ കണ്ട അടിക്കും ഞാൻ നിന്നെ കേട്ടോ. അടിക്ക എവിടെ പോവാ? ഒരു ഹായ് കൂടി പറഞ്ഞേ. യൂട്യൂബിന് ഒരു ഹായ് പറഞ്ഞേ. ആൻറ്റിക്കൊരു കിസ്. ആൻറ്റി തരട്ടെ കിസ്. ആൻറ്റി തരട്ടെ. ഒന്നും കൊടുത്തോ. എന്തൊരു സുഖം. കണ്ണീത്ത. ഞങ്ങളുടെ മോളാട്ടോ. ഞങ്ങളുടെ മോളാണ്. ആൻറ്റി തരട്ടെ. ആൻറ്റിന് വേണ്ട. അങ്ങനെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കണ്ടോളൂ, ഞാൻ പോവാണ്. രാത്രിയായി. ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നതാണ്. ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞു. ഇപ്പം സമയം 6:44. ഇതേ ഞാൻ പോവാണ് വീട്ടിലോട്ട്. എന്നാൽ ശരി, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.